കിളിപാടിന്റെ പുസ്തകം നേരത്തെ പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയ ആ പാട്ട്, ആ സിനിമേനേക്കാളും ഭയങ്കരമായിട്ട് ആ പാട്ട് ആളുകളിലേക്ക് എത്തി. അപ്പോൾ ഇനി ലാലേട്ടനെ കുറിച്ച് പറയൂ. അയ്യോ, ലാലേട്ടൻ കട്ട ഫാനാണ് ഞാൻ. ഭയങ്കര ഫാനല്ല. നമ്മൾ എന്തോരം പടത്തിന് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് അമ്മാതിരി ആർമാദിച്ചേക്കണം. ഭയങ്കര ഫാനല്ലേ ഞാൻ. ട്രിവാൻഡ്രം ജില്ലയിൽ ആൾസാറിൻ്റെ പടം ഇറങ്ങി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കാണും. പിന്നെ ഫാൻസ് ക്ലബിലൊക്കെ പിന്നെ 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 അത് ഫ്രണ്ടിൽ കാണും. അയ്യോ, അത് നമുക്ക് അത് ഭയങ്കര കണക്ഷൻ അല്ലേ. അതിനുശേഷം ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടോ ഫാൻസ് ക്ലബിലൊക്കെ ഉണ്ടായിട്ടുണ്ട്? ഇല്ല, അറിയാൻ പറ്റും, അറിയായിരിക്കും. നമുക്ക് സംസാരത്തിനിടയ്ക്ക് ഞാൻ അനുചേട്ടനായിട്ടൊക്കെ നല്ല സുഹൃത്തുക്കളായിട്ട് ഇപ്പൊ ഞാൻ അതിന്റെ അപ്പുറമല്ലേ, അപ്പൊ അറിയായിരിക്കുമല്ലോ. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇനി പറയേണ്ട കാര്യമില്ല. ആ അപ്പൊ ഞാനല്ലോ നമുക്ക് ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റി, നേരിട്ട് കാണാൻ പറ്റി, കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഇപ്പോഴും എത്ര തിരക്ക് ആൾക്കൂട്ടത്തിൽ നിന്നാലും അദ്ദേഹത്തിന് എന്നെ കണ്ടാൽ തിരിച്ചറിയുമല്ലോ, എന്നെ മനസ്സിലാവുമല്ലോ. മോനെ എന്ന് വിളിച്ച് എന്നെ കൂടെ വിളിക്കും, എനിക്ക് സംസാരിക്കുക എൻ്റെ അടുത്ത് വലിയ കാര്യമല്ലേ. ആ റിലേഷൻഷിപ്പ് ഇപ്പോഴും ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്തായാലും എപ്പോഴും വിളിക്കുക, ശല്യം ചെയ്യുക, അങ്ങനെയൊന്നുമുള്ളല്ല. നമുക്ക് എവിടെ വെച്ച് കണ്ടാലും നമ്മളെ മുഖത്ത് നോക്കി അദ്ദേഹം ചിരിക്കുന്നുണ്ട്, നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്, ഏതൊക്കെയാണ് പുതിയ സിനിമകളെന്ന് ചോദിക്കുന്നുണ്ട്, വീട്ടിലെ വിശേഷങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതൊക്കെ വലിയ ഭാഗ്യം, അത് വലിയ. പിന്നെ ഞാൻ മണിസാറിൻ്റെ പടത്തിൽ അഭിനയിച്ചില്ലേ, മണിരത്ന സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചില്ലേ, സന്തോഷ് ചേട്ടൻ ക്യാമറ, എ ആർ റഹ്മാൻ സാർ മ്യൂസിക്, മണിരത്ന സാർ ആക്ഷൻ പറയുമ്പോൾ ഞാൻ അഭിനയിക്കുന്നു, കട്ട് വിളിക്കുമ്പോൾ ഞാൻ നിർത്തുന്നു. അതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ.